ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വ്ളോഗ് തമിഴിൽ കണ്ടതുപോലെ തന്നെ ഒരു വൺ ഡേ ട്രിപ്പാണ്. ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് പൂവാർ റിസോർട്ടിലായിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. ഇവിടെ നിന്ന് ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. 2 മണിയൊക്കെ അടുപ്പിച്ച് പൂവാറെത്തിയപ്പോൾ ഉച്ചയൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവർക്കും പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പൂവാറിലുള്ള തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കയറി. ഈ റെസ്റ്റോറൻറ്റ് പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ തിയേറ്റർ ഉണ്ട്, കുട്ടികൾ കളിക്കാനായിട്ട് പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. നല്ലൊരു അടിപൊളി ആംബിയൻസിലുള്ള ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ തന്നെ ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വലിയ വലിയ ഫങ്ഷനൊക്കെ നടത്തുമ്പോൾ ഇവിടെ തന്നെ നടത്താനുള്ള സൗകര്യങ്ങളുണ്ട്. എന്നാൽ താഴേക്ക് സീറ്റൊന്നും ഒഴിവില്ല. നമ്മൾ മുകളിലാണ് ഡൈനിങ് സ്പേസ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി കഴിക്കാനൊക്കെ വിചാരിച്ച് നമ്മൾ അവിടെയാണ് കേട്ടോ കഴിക്കുന്നത്. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു. മന്തിയും ഊണും ഒക്കെയാണ് എല്ലാവരും ഓർഡർ ചെയ്തത്. ഞാൻ സാധാ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിരിക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ നല്ല രസമാണ്, പോകാൻ തന്നെ തോന്നുന്നില്ല. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 2:30-3 മണിയൊക്കെ ആയി. എന്നിട്ടും അവിടെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. നമ്മൾ നേരെ റിസോർട്ടിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ കാറൊക്കെ ഇതുവരെ വരുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഇവിടെ നിന്ന് ബോട്ടിൽ വേണം റിസോർട്ടിലോട്ടേക്ക് പോകാനായിട്ട്. ബോട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ബോട്ട് വന്നു. ഇനി നമ്മളിത് ഇവിടെ കൊണ്ടാക്കിയിട്ട് വേണം സെക്കൻഡ് ട്രിപ്പ് അടിച്ചിട്ട് ബാക്കിയുള്ളവരെയും കൂടെ കൊണ്ടുപോകാൻ. നമ്മൾ 2 ബോട്ടിലുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തി കേട്ടോ. മോള് ഫ്രണ്ടിൽ നിന്ന് തന്നെ ഓടുന്നുണ്ട്. അവൾക്ക് മുമ്പ് എന്തോ പരിചയമുള്ള സ്ഥലമുള്ളത് പോലെയാണ് അവൾ ഫ്രണ്ടിൽ നിന്ന് ഓടുന്നത്. ഇത് അവരുടെ റെസ്റ്റോറൻ്റാണ് ഇപ്പോഴത്തെ സൈഡിൽ. റൂമാണ് കേട്ടോ ബുക്ക് ചെയ്തിരുന്നത്. ഗേൾസിന് 3 ബോയ്സിന് 2 റൂമുമായിട്ടാണ് ബുക്ക് ചെയ്തിരുന്നത്. ഞങ്ങളുടെ റൂമിൽ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിയും ഞാനും മോളും മാത്രമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല റൂമൊക്കെ ആയിരുന്നു. ബാത്റൂമായിരുന്നാലും നല്ല ക്ലീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൽ കുറ്റം പറയാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ റൂമിലെ ബാഗ് വെച്ചിട്ട് താഴേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ കൊച്ചു പിള്ളേരെ പോലെ ചേട്ടൻ ഇവിടെ ഇരുന്നുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ കൂടെ മോളും കൂടെ കയറി കേട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ ഇരുന്ന് വെറുതെ ഇങ്ങനെ സമയമൊക്കെ പോകും. ഇതുപോലെയൊക്കെ ഇങ്ങനെ കിട്ടുന്നത് വല്ലപ്പോഴെങ്കിലും ഒരിക്കലാണല്ലോ. നമുക്ക് അറിഞ്ഞുകൊണ്ടാത്തവരായിട്ടൊക്കെ കൂടുതൽ പരിചയപ്പെടാനൊക്കെ പറ്റി. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ചേച്ചിമാരെയൊന്നും വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. ചേച്ചിമാരല്ല, എൻ്റെ ഏജൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങളിങ്ങനെ എവിടെയെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോൾ പരിചയപ്പെടുന്നതല്ലാതെ വലുതായിട്ടുള്ള അവരുടെ പേര് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ നേരെ അറിയില്ലായിരുന്നു. അപ്പോൾ ഇതുപോലെയൊക്കെ ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് നമ്മൾ അവരുമായിട്ടൊക്കെ കൂടുതൽ പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം എല്ലാവരും പൂളിൽ വന്നു. 8 മണിവരെ എല്ലാവരും ഇവിടെ തന്നെയായിരുന്നു അടിച്ചു പൊളിച്ചിരുന്നത്. അവർ ബോളൊക്കെ വെച്ച് എറിഞ്ഞ് കളിക്കുകയൊക്കെ ആയിരുന്നു. ഞങ്ങളും അതിൻ്റെ കൂടെയൊക്കെ സൈഡിലൊക്കെ പോയി അവരെടുത്തിരുന്നു.
അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ വന്നു കേട്ടോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട്. ദേഹം മൊത്തം നനഞ്ഞ് കൊന്നിരിക്കുകയായിരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ താഴോട്ട് വന്നപ്പോൾ ഇവരെല്ലാവരും ചിക്കൻ ഗ്രിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരിതാ ഗ്രിൽഡ് ചെയ്യാനുള്ള സംഭവമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രിൽഡ് ചെയ്യുന്ന ഉത്തരവാദിത്തമൊക്കെ വിഷ്ണു ചേട്ടനും ടീമുമാണ് കേട്ടോ ഏറ്റെടുത്തിരിക്കുന്നത്. അങ്ങനെ ഗ്രിൽഡ് ചെയ്ത് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ. അതിന് നമ്മളൊരു 9-10 മണിയൊക്കെ ആയപ്പോൾ റെസ്റ്റോറൻറ്റിൽ ചെന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ ആദ്യമേ കയറി സീറ്റ് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഫുഡ് കഴിക്കും. ഞാൻ ദോശയും ചിക്കൻ കറിയാണ് കേട്ടോ എടുത്തത്. ചപ്പാത്തിയും പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ദോശ കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി കേട്ടോ. കാരണം മോൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അവൾ പകലൊന്നും ഉറങ്ങിയിട്ടില്ല. അങ്ങനെ അവളെ കിടത്തി ഉറക്കാൻ വേണ്ടി ഞാൻ പോയി. അവരെല്ലാവരും താഴെ തന്നെയായിരുന്നു. ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ബഹളമാണ് കേട്ടോ അവിടെ താഴെ. ഇത് രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. രാവിലെ നമ്മൾ എഴുന്നേറ്റതിന് ശേഷമുള്ള വീഡിയോ ആണ്. അങ്ങനെ ഫുഡ് എത്തി. ഇഡ്ഡലിയും സാമ്പാറും ചട്നിയാണ് കേട്ടോ ഞങ്ങൾ കഴിക്കാനായിട്ട് എടുത്തത്. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് എടുക്കാം. പുട്ടും ദോശയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഫേവറേറ്റ് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ആയതുകൊണ്ട് ഞാൻ അതാണ് കേട്ടോ എടുത്തത്. അതിന് നമ്മൾ നേരെ റൂമിലൊക്കെ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വന്നു കേട്ടോ. ഓരോരുത്തർ എണീക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും എണീച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ വന്നിട്ടാണ് പോകാനായിട്ട്. 12 മണിക്കാണ് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. പന്ത്രണ്ട് മണിക്ക് റൂം വെക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും റെഡിയായി താഴോട്ട് വന്നപ്പോൾ ഇതാണ് അവസ്ഥ. അവർ കിടന്നു ഇരുന്നൊക്കെ ഇവിടെ ഫോട്ടോ എടുക്കും. ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയപ്പോൾ ഏകദേശം 2:30 മണിയൊക്കെ ആയി. നമ്മൾ 12 മണിക്ക് തന്നെ റൂം വെക്കേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് ഫുഡിൻ്റെ ഒക്കെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കാനായിരുന്നു പ്ലാൻ ചെയ്യുന്നത് ലഞ്ചൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നേരെ ഫുഡ് കഴിക്കണം. നമ്മൾ ഫുഡ് കഴിക്കാൻ ചെന്നപ്പോൾ ഏകദേശം 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കേരള സീ ഫുഡ് കഫേ എന്ന് പറയുന്ന കോവളത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത്. നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു. ഒരു 3 മണി കഴിഞ്ഞുകൊണ്ട് തന്നെ ഊണൊക്കെ കിട്ടുമെന്നൊരു ഡൗട്ടായിരുന്നു. പക്ഷേ ഇവിടെ ഊണൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഊണാണ്. നമ്മൾ വീട്ടിലൊക്കെ കഴിക്കുന്ന പോലത്തെ ഊണാണ് കേട്ടോ. പക്ഷേ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. വീട്ടിലെത്തിയപ്പോൾ ഒരു 5 മണിയൊക്കെ ആയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം.